വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. ലോകജ്ഞാനിയായ കുലഗുരു ശ്രീ രാമാനന്ദ ഗുരുസ്വാമികളെ സ്മരിച്ചുകൊണ്ടും നമിച്ചുകൊണ്ടും ആരംഭിക്കട്ടെ. പ്രിയമുള്ളവരെ, ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ 50ാം വാർഷികത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആയുർവേദം എന്നുത്ഭവിച്ചു? ആരാണ് ഇതിൻ്റെ സൃഷ്ടാവ്? എങ്ങനെയാണ് ആവിർഭവിച്ചത്? വിത്തില്ലാതെ സമ്പ്രദായമേലുമില്ലേ, കീഴുമില്ലേ, തച്ചില്ലാതെ മാളികേ ചമഞ്ഞ വാറതെങ്ങനെ. വിത്തില്ലാത്ത ഒരു ചെടിയും ഉണ്ടാവുന്നില്ല, കൽപ്പണിക്കാരനില്ലാതെ ഒരു വീടും ഉണ്ടാവുന്നില്ല. ആയുർവേദവും സൃഷ്ടാവില്ലാതെയും ഉണ്ടായതല്ല. പ്രിയമുള്ളവരെ, ജീവരാശികൾ ഉത്ഭവിച്ചത് ഞാനൊന്ന് ചുരുക്കി വിശദീകരിക്കട്ടെ. യമമായ വിനോദം ഈശനാനരുളിനാലേ പൂമലികറുകൾക്കെല്ലാം ഭോഗസാധനമുണ്ടാക താമത ഗുണം രണ്ടു ശക്തിയായി പിരിന്തു തോன்றும் ദേമമാം മൂടലെൻറും വിവിധമാം തോറ്റലെൻറും. ഈശ്വരൻ തന്നെ വിചാരിച്ചു, കുറച്ച് ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അവർ കുറച്ച് ഭോഗസുഖങ്ങളിലൊക്കെ അനുഭവിക്കട്ടെ എന്ന് കരുതി തമോഗുണത്തെ ഈഷ്ടിച്ചപ്പോൾ അത് രണ്ട് ശക്തികളായി പിരിഞ്ഞു. വിക്ഷേപം, ആവരണം. വിക്ഷേപശക്തിയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. പഞ്ചഭൂതങ്ങളെ ഈശ്വരൻ പഞ്ചീകരിച്ച് ഇതിൽ നിന്നും പഞ്ചഭൂതാത്മകമായ ശരീരമുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ശരീരികൾക്ക് രോഗത്തിൻ്റെ ലക്ഷണം കാണാൻ തുടങ്ങി. സൃഷ്ടികാലാനന്തരം വിധാത യേഷാഞ്ചിൽ ജീവജാലാനാമേവ രോഗാതുരത്വം വിലോക്യ തൽ പരിഹാരാർത്ഥം ആയുർവേദം സ്മൃത്യ ഏദേവി ഹരിമുവാച മഹാത്മൻ അസ്മിൻ ലോകേ സർവേഷാം ചരാചരാണാം ആയുരാരോഗ്യ സംരക്ഷണാർത്ഥം ഭവാൻ അധുന ധാന്വന്തരി രൂപേണ കാശിരാജഃ അവതീര്യ ശിഷ്യസഞ്ചയം വിധായ ഏതൽ കാര്യനിർവഹണാർത്ഥം അഭൂതപൂർവം അദൃഷ്ടപൂർവം ആയുർവേദ മഹാശാസ്ത്രം പ്രചാര്യ ഇത്യാഹ. സൃഷ്ടി തുടങ്ങിയപ്പോൾ ജീവജാലങ്ങൾക്ക് രോഗം പിടിപെടാൻ തുടങ്ങി. അപ്പോൾ സൃഷ്ടികർത്താവ് തന്നെ ആയുർവേദ മഹാശാസ്ത്രത്തെ സ്മരിച്ചു. വേദത്തിലും വിഷ്ണുവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഭവാൻ കാശിരാജാവായി ജനിച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കി ഒരിക്കലും ഇതുവരെ കാണപ്പെടാത്ത ആയുർവേദ മഹാശാസ്ത്രത്തെ പ്രചരിപ്പിച്ചാലും ഇപ്രകാരം അരുൾ ചെയ്തു. അങ്ങനെയാണ് ചരകൻ, സുശ്രുതൻ, ചക്രപാണി, ഭർഗടൻ, പാമാഗ്രി, ഇന്ദുജൻ, നാഗാർജുനൻ, ചക്രപാണി ദത്തൻ, നാഗപാണി ദത്തൻ, ഫിൽഗൺ മുതലായ അനേകം മഹർഷീശ്വരന്മാർ ധാന്വന്തരി സമയം വരുന്ന ആയുർവേദ ശാസ്ത്രഗ്രന്ഥങ്ങളെ മുഴുവനും ഗ്രഹിച്ചു. ഈ മഹർഷിമാർ തന്നെ പറയുന്നു: മാത്രമപ്യത്ര കിഞ്ചിതാഗമവർജിതം സ്തേ അർത്ഥ സഗ്രന്ഥബദ്ധസ്യ സംക്ഷേപായ ക്രമോന്യത. ഞങ്ങൾ മാ എന്ന അക്ഷരം മാ എന്നും കൂടി ആക്കിയിട്ടില്ല. വേദത്തിൽ എന്താണോ പറയുന്നത് അത് അപ്പടി തന്നെ അർത്ഥവും ഗ്രന്ഥബന്ധവും അതുതന്നെ സംക്ഷേപിച്ച് എഴുതി എന്നേ ഉള്ളൂ. ആഭടൻ രാഗാദികളായ രോഗങ്ങളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ആദ്യത്തെ അക്ഷരവും രാശബ്ദമാണ് ഉപയോഗിച്ചത്. രാ എന്ന അക്ഷരത്തിൻ്റെ സുഖത്തിനെ കൊടുക്കുക എന്നാണ് അർത്ഥം. രാത്രിക്ക് 3 കാലമാണ്: ദുർഗാകാലം, കാളികാലം, സരസ്വതി കാലം. ഈ 3 കാലത്തിന് സുഖത്തിനെ കൊടുക്കുന്നത് കൊണ്ടാണ് രാത്രി എന്ന പേര് വന്നത്. രാ എന്ന അക്ഷരം അഗ്നിയുടെ ബീജാക്ഷരം കൂടിയാണ്. അഗ്നിപ്രകാശത്തെ കൊടുക്കുന്നതാണല്ലോ. സുഖത്തെയും തേജസ്സിനെയും കൊടുത്തുകൊണ്ട് ഗമിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. അതാണ് വാഗ്ഭടൻ ഗ എന്ന അക്ഷരം രണ്ടാമതായി ചേർത്തിയതും. ഗർഭസ്ഥ ശിശു മുതൽ ഇതിൻ്റെ മുമ്പും ശേഷവും ശരീരപതനകാലം വരെയുള്ള ചര്യകളും ജീവിതകാലത്തിൽ അനുഷ്ഠിക്കേണ്ട വിധികളെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയും ശരീരാന്ത്യത്തിൽ ജീവാത്മാ പരമാത്മാ ഐക്യത്തോടുകൂടി ജീവനെ ഉപേക്ഷിക്കാൻ പറയുന്ന മഹാശാസ്ത്രമാണ് ആയുർവേദം. വിശ്വാമിത്ര മഹർഷിയുടെ മകനായ സുശ്രുത മഹർഷിയാണ് ശസ്ത്രപ്രയോഗം കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിന് ഏതോ ഒരു കാലഘട്ടം എന്തോ ഒരു നാശം സംഭവിച്ചു. ഡോക്ടർ വല്യത്താൻ എന്ന പേരുകെട്ട ഡോക്ടർ IMAയുടെ ഒരു വലിയ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ
അന്ന് ആയുർവേദം നടത്തിയ ഓപ്പറേഷൻ ഇന്നും അലോപ്പതി അവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ്. തലയും കൂടി മാറ്റിവെച്ചിട്ടുണ്ട് പോയി. ശല്യശാലാക്കി തന്ത്രം എന്ന ബൃഹത്തായ ശസ്ത്രപ്രയോഗത്തിനുള്ള ഉപകരണങ്ങളെപ്പറ്റി പറയുന്ന ശാസ്ത്രഗ്രന്ഥമാണ്. ഭൈരവൻ എന്ന മഹർഷിയാണ് ഇഞ്ചക്ഷൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. 50% രോഗങ്ങളും ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. പൊന്നുപോലെയുള്ള മനസ്സ് ചഞ്ചല സ്വഭാവം കൊണ്ട് കുരങ്ങിനോടാണ് ഉപമിച്ചത്. വിചാരം ചെയ്ത് നിശ്ചയിക്കുന്ന ബുദ്ധിയെ സർപ്പത്തിനോടാണ് ഉപമിച്ചത്. ചിത്തത്തിനെ നായയോടാണ് ഉപമിച്ചത്. അഹങ്കാരത്തിനെ മതം പൊട്ടിയ ആനയോടാണ് ഉപമിച്ചത്. എന്നെപ്പോലെ ആരുമില്ല എന്ന കരുതുന്ന ചിത്തവൃത്തിക്ക്. ഇങ്ങനെ മിന്നൽ പിണർ പോലെയുള്ള മനസ്സിനെ കടിഞ്ഞാണിട്ട് വശത്താക്കിയാൽ രോഗങ്ങളെ ജയിക്കുക മാത്രമല്ല ഈശ്വര ചൈതന്യവും ആ ശരീരത്തിൽ വന്നു ചേരും. പ്രിയമുള്ളവരെ, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ഈ 3 ശുദ്ധികൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തെ ധന്യമാക്കാം. ചികിത്സ 3 വിധമാണ്: ദൈവിക ചികിത്സ, മാനുഷിക ചികിത്സ, അസുര ചികിത്സ. ഏറ്റവും ഉത്തമമായ ചികിത്സ ദൈവിക ചികിത്സയാണ്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫലത്തെ ചെയ്യുന്നതും ഈ ചികിത്സ കൊണ്ടാണ്. ഭസ്മസിന്ദൂര മെഴുകാദികൾ. മാനുഷിക ചികിത്സ അരിഷ്ടം, കഷായം, ഗുളികൾ, ചൂർണങ്ങൾ, അതായത് പച്ചമരുന്നുകളെ കൊണ്ടുള്ള പ്രയോഗങ്ങൾ തുടങ്ങിയവ. അസുര ചികിത്സ ശസ്ത്രപ്രയോഗം. ഏറ്റവും ഉത്തമം ദൈവിക ചികിത്സ നടത്തുന്ന വൈദ്യനാണ് ഏറ്റവും ഉത്തമൻ. ചേത്തും ഇച്ഛാ ചികിത്സ, ഇതാണ് ചികിത്സ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഛേദിപ്പിക്കാനുള്ള ശക്തി, അതായത് നശിപ്പിക്കാനുള്ള ശക്തി, ഇതാണ് ചികിത്സ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു വൈദ്യൻ്റെ ലക്ഷണം: വിവിധ ശാസ്ത്രവിത്ത് സാചാര്യസ്യ സവിധേ അനേക രോഗിഷു ചികിത്സാദർശനേന അനുഭവസമ്പന്ന വിവിധ ദ്രവ്യാണാം ഗുണ വിത്തേഷണാവിഹീന ഹീനം സമ്പന്ന ജേകദൃഷ്ട്യായ പശ്യതി സൽസ്വഭാവവിശിഷ്ട നിഷ്കാമശ്ച ഭക്തശ്ച വൈദ്യഃ ഭവതി നാന്യ. കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാവഹാരാർത്ഥം തസ്മാൽ ജാഗ്രത. കാമക്രോധാദികൾ ജ്ഞാനമായിരിക്കുന്ന രത്നത്തിനെ അപഹരിക്കാൻ ഉള്ളിലിരിക്കുന്നു, കള്ളന്മാർ പുറത്തല്ല. ഇതെല്ലാം രാഗാദികളായ ശത്രുക്കളെ പറ്റിയാണ് പറയുന്നത്. ആചാര്യസ്വാമികൾ പറയുന്നു: കാമേവ യമ സാക്ഷാൽ അത്യാഗ്രഹവും ദുരാഗ്രഹവും യമനാകുന്നു എന്ന്. അഷ്ടാംഗത്തിലെ ശ്രീ ബാഭണ മഹർഷി പറഞ്ഞ രാഗാദി 14 ചിത്തവൃത്തികൾ പാടെ പിഴുതെറിയണം. ഇത് രോഗങ്ങൾ ഇല്ലാതാക്കുക മാത്രമല്ല, ഇതിനെ ഉന്മൂലനം ചെയ്താൽ മനുഷ്യനും ഈശ്വരാവസ്ഥയെ പ്രാപിക്കും. രാഗദ്വേഷ, കാമക്രോധ, ലോപമോഹ, മതമാത്സര്യ, ഈർഷ്യ, അസൂയ, ദമ്പദർപ്പ, അഹങ്കാരം, ഇച്ഛ, ഭക്തി, ശ്രദ്ധ, ഇങ്ങനെ 16 ചിത്തവൃത്തികളാണ് മനസ്സിനുള്ളത്. അതിൽ യേശു ചതുർദശ ചിത്തവൃത്തയ അശുദ്ധാഹ. ഈ 16 ചിത്തവൃത്തികളിൽ 14 അശുദ്ധമാണ്. ഭക്തി, ശ്രദ്ധ, ദേ അവിശുദ്ധേ. ഭക്തിയും ശ്രദ്ധയെ ഇത് രണ്ടും മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. ഭക്തി എന്നാൽ സ്വസ്വരൂപാനുസന്ധാനം, ഭക്തി രീതി അവിധീയത, ആത്മസ്വരൂപത്തിനെ ബ്രഹ്മസ്വരൂപത്തിൽ ലയിപ്പിക്കുക, ഇതാണ് ഭക്തി. ശ്രദ്ധ സൽഗുരുവിൽ അൻപുവറ്റലേ ശ്രദ്ധയാകും. പരമഗുരുവിലും ശാസ്ത്രത്തിനുമുള്ള പൂർണ്ണ വിശ്വാസത്തിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഏഭിർദോഷേ വിനിമുക്ത സജീവ ശിവവിച്യത. ഈ ദോഷങ്ങളെല്ലാം 14 ചിത്തവൃത്തികളെയും പോക്കിയാൽ മനുഷ്യൻ ഈശ്വരാവസ്ഥയെ പ്രാപിക്കുന്നു. മനുഷ്യനും ഈശ്വരാവസ്ഥയെ പ്രാപിക്കും. രാഗാദിഹീന ചിത്തവൃത്തികളെ നശിപ്പിച്ചാൽ ഒരു വലിയ ശതമാനം വരെ രോഗങ്ങൾ ഇല്ലാതാക്കാം. ആയുർവേദാചാര്യ കവിരാജ് TP വൈദ്യർ എന്ന എൻ്റെ പിതാവിൽ നിന്നും മഹാഗുരുക്കന്മാരിൽ നിന്നും സംസ്കൃതത്തിലും ആയുർവേദ ചികിത്സയിലും ലഭിച്ച ചെറിയ അറിവുകളാണ് എന്നെ കരിക്കാംകുളത്ത് നിരപ്പലയോടുകൂടിയ 2 മുറി പീടികയിൽ 1972 ചികിത്സ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. മേൽപ്പറഞ്ഞവർ പകർന്നു തന്ന അറിവ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്നത്തെ രീതിയിലേക്ക് വളരുന്നതിൽ വിലമതിക്കാൻ കഴിയാത്ത പലരുടെയും അനുഗ്രഹവും സഹായവും പിന്തുണയുമുണ്ട്.
അവരിൽ ചിലരുടെ പേരുകൾ പറയാതെ വയ്യ. ബ്രഹ്മശ്രീ ചിൽപ്രകാശാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ അംബാസമുദ്രം മാധവസ്വാമികൾ, ബ്രഹ്മശ്രീ പരമേശ്വരാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ വേലായുധാനന്ദ സ്വാമികൾ. ഗുരുക്കന്മാരായ വൈദ്യസാമ്രാട്ട് തണിക്കാചല മുതലിയാർ, വൈദ്യസാമ്രാട്ട് ഹൈദരാബാദ് കതിർവേൽ, വൈദ്യസാമ്രാട്ടുകളായ കൃഷ്ണമൂർത്തി, തിരുപ്പറങ്ങുട രാമമൂർത്തി, സിദ്ധവൈദ്യർ, മധുര രാജഗോപാൽ, പൈതൽ വൈദ്യർ, KP കണ്ണം വൈദ്യർ, മഹാപണ്ഡിതൻ കേളപ്പൻ ഗുരുക്കൾ, മഹാപണ്ഡിതൻ VND ഉണ്ണി നമ്പൂതിരി, മഹാപണ്ഡിതൻ ശങ്കരശാസ്ത്രികൾ, ഇങ്ങനെ ചില മഹാവ്യക്തികൾ ഇവരുടെ പാതാരവിന്ദങ്ങളിൽ ഈ അവസരത്തിൽ നമിക്കുന്നു. എൻ്റെ സഹോദരങ്ങളായ പരേതനായ ഡോക്ടർ രാജേന്ദ്രൻ, ഡോക്ടർ ജയരാജൻ, സുരേഷ് വൈദ്യൻ എന്നിവർ തെക്കയിൽ വൈദ്യപരമ്പരയിലുള്ള എൻ്റെ സഹോദരന്മാരാണ്. കൂടാതെ സുധാലേഖ, വിലാസിനി, ശ്യാമള, പരേതയായ ശാലിനി എന്നിവർ സഹോദരിമാരാണ്. വൈദ്യശാലയുടെ ആരംഭകാലത്ത് സഹായമായി നിന്ന കുറച്ച് വ്യക്തികളുണ്ട്. ശ്രീ പട്ടേരി അശോകേട്ടൻ ഭാര്യ, പട്ടേരി ബാബുവേട്ടൻ, പട്ടേരി ശ്രീമതിയടുത്തി, ഫ്രണ്ട്സ് വാച്ച് വർക്സ് ഉടമ രാജൻ, കോട്ടായി ബാലകൃഷ്ണൻ, രാവുളി ജാനകിയമ്മ, ആറുകണ്ടത്തിൽ പ്രകാശൻ, കല്യാണിയമ്മ, ശ്രീധരപ്പണിക്കർ, കോരു വൈദ്യർ, തോട്ടുങ്ങൽ അയ്യപ്പുട്ടി, ചന്ദ്രശേഖരൻ വൈദ്യർ, കോപ്പുണ്ണി വൈദ്യർ, ഭാസ്കരൻ വൈദ്യർ, വള്ളിയിൽ വാസുവേട്ടൻ, കരുണാകരപ്പണിക്കർ, ഏറാളി രാഘവേട്ടൻ തുടങ്ങിയവരെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ പഠിച്ച അറിവുകൾ രോഗികളുടെ രോഗശമനത്തിനായി വിനിയോഗിക്കാൻ 60 വർഷക്കാലമായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ സമീപിക്കുന്ന രോഗികൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ നല്ലവരായ അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് കരുത്ത് പകരുന്നത്. സമ്പത്തിൻ്റെ വലിപ്പ ചെറുപ്പമില്ലാതെ, ജാതിമത രാഷ്ട്രീയ പരിഗണനയില്ലാതെ എല്ലാവർക്കും മികച്ച രീതിയിൽ ചികിത്സ നൽകുക എന്നത് ഞങ്ങളുടെ മുഖമുദ്രയാണ്. വിവിധ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി മഹവ്യക്തികൾക്ക് ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ, സ്റ്റേറ്റ് മന്ത്രിമാർ, MP മാർ, MLA മാർ, ന്യായാധിപന്മാരായ ഇന്ത്യൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയും മിലിറ്ററി, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വിദേശ രാജ്യങ്ങളിലെ മഹൽ വ്യക്തികൾ, ഇങ്ങനെ ഒട്ടനവധി പേരുടെ മഹാവ്യാധികൾ ഭേദപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. ഹൃദ്രോഗം, ലിവർ സംബന്ധമായ രോഗങ്ങൾ, കൊറോണ, ആമവാദങ്ങൾ ഇങ്ങനെയുള്ള മഹാരോഗങ്ങൾക്കും അപൂർവ രോഗങ്ങൾക്കുമുള്ള ചികിത്സ തേടി എല്ലാ തുറകളും നഷ്ടപ്പെട്ടവരെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അനേകം പേർ ഈ സദസ്സിൽ അനുഭവസാക്ഷികളായിരിക്കുന്നുണ്ട്. ആയുർവേദം കൂടാതെ രഹസ്യ തെലുങ്ക് വൈദ്യം, കർണാടക വൈദ്യമുറകൾ, ഹിന്ദുസ്ഥാനി വൈദ്യമുറകൾ, സിദ്ധവൈദ്യം, യുനാനി ഇതെല്ലാം പുരാതനമായ തെക്കയിൽ വൈദ്യത്തിൻ്റെ മുതുകൂട്ടാണ്. ഇന്ന് ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്നത് മകൻ ഡോക്ടർ സനന്ദ്രത്നമാണ്. BAMS കഴിഞ്ഞ് MD കഴിഞ്ഞ് ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ മെമ്പറുമാണ് മകൻ സനന്ദ്രത്നം. ഞാൻ മേൽ സൂചിപ്പിച്ച വൈദ്യസമ്പ്രദായമെല്ലാം വശത്താക്കിയിട്ടുണ്ട്. മകൾ ഡോക്ടർ ഐഗ്ലിസ ഫറോക്കിൽ തെക്കയിൽ ആയുർവേദശാല നടത്തി വരുന്നു. നഴ്സിംഗ് ഹോമിൻ്റെ വളർച്ചയുടെ പ്രധാന ശക്തികൾ ഞങ്ങളോടൊപ്പമുള്ള ഡോക്ടർമാർ, ഓഫീസ് ജീവനക്കാർ, ഔഷധ നിർമ്മാണ തൊഴിലാളികൾ, ഫാർമസി, ക്യാൻറ്റീൻ, ശുചീകരണ ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇവരെ കൂടാതെ എൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളും എന്നും എന്നോടൊപ്പം കൂട്ടായുണ്ട്. ഇവർക്കെല്ലാം ഹൃദയത്തിൽ ചേർന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തികച്ചും ഭാരതീയമായ ആയുരാരോഗ്യ സംരക്ഷണ രീതിയാണ് ആയുർവേദം. ആയുസ്സിനെ കുറിച്ചുള്ള വേദം എന്നാണ് ഈ പദത്തിനർത്ഥം. നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു വരുന്ന ഈ ചികിത്സാരീതിയെ തെറ്റുധാരണ പരത്തുന്ന പല കുപ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെതിരെ കോട്ടക്കൽ ആയുർവേദശാല പോലെയുള്ള മഹാപ്രസ്ഥാനങ്ങൾ ആയുർവേദ രംഗത്തെ
പ്രഗത്ഭരെ ഒന്നിപ്പിച്ച് ഈ കള്ളപ്രചാരണങ്ങളെ ചെറുക്കാൻ ഇടപെടണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹാശാസ്ത്രത്തെ ഇന്നത്തെ ഇതര ശാസ്ത്രാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ ശാസ്ത്രത്തെ പറ്റി പരമശിവൻ ശ്രീരാമനോട് പറയുന്നത്, ഒരിക്കലും അഹോ നശിക്കാത്ത ശാസ്ത്രം, ജീവസ്വരൂപമായി വിളങ്ങുന്ന ശാസ്ത്രം, യുഗാന്തരത്തിലും അഴിയാത്ത ശാസ്ത്രം, ശ്രീരാമചന്ദ്ര നീ അറിഞ്ഞുകൊണ്ടാലും. ചികിത്സ തുടങ്ങി 60 വർഷം പിന്നിടുന്ന ഈ വേളയിൽ എന്നെ ആദരിച്ചതിന് നല്ല വാക്ക് പറഞ്ഞ് എൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ സ്നേഹവും കടപ്പാടും എന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായിരിക്കും. നമസ്കാരം, നന്ദി.